السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ ആയത്തുകളിലൂടെയാണ് നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 18 ആയത്തുകൾ ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള ഏതാനും ആയത്തുകളാണ് ഇന്ന് നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധനകൾ അവർക്ക് സമർപ്പിക്കുകയും ചെയ്തവർ പരലോക കോടതിയിലെത്തുന്ന വേളയിൽ അവർ ആരെയെല്ലാം ആരാധിച്ചുവോ അവർ മുഴുവനും അവർക്കെതിരായി മാറുമെന്നും അവരുടെ നിരപരാധിത്വം അവർ അല്ലാഹുവിൻ്റെ മുമ്പിൽ പറയുമെന്നുമൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിവരിച്ചത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി പരലോകത്തെത്തിയ ഇത്തരത്തിലുള്ള ഈ ആളുകൾ അവർ ആരെയെല്ലാം ആരാധിച്ചുവോ അവരെല്ലാം ആ കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് മാറുമ്പോൾ ഈ ആളുകൾക്കുണ്ടാകുന്ന നിരാശ, അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഖേദം, അത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആയത്തുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂന ഫമാ തസ്തതീഊന സർഫൻ വലാ നസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഫഖദ് കദ്ദബൂകും, തീർച്ചയായും ഇപ്പോൾ അവർ നിങ്ങളെ കളവാക്കി കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരെയെല്ലാം ആരാധിച്ചുവോ അവരൊക്കെ ഇപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഫഖദ് കദ്ദബൂകും, തീർച്ചയായും അവർ നിങ്ങളെ കളവാക്കിയിരിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കളവാണ് എന്ന് അവർ നിങ്ങളെ കളവാക്കി കഴിഞ്ഞു. അതാണ് ഫഖദ് കദ്ദബൂകും, അവർ നിങ്ങളെ ഇപ്പോൾ അവർ നിങ്ങളെ കളവാക്കി കഴിഞ്ഞു. ഏത് കാര്യത്തെക്കുറിച്ച്? ബിമാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിൽ. അവരെയാണ് ഞങ്ങൾ ആരാധിച്ചത് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അവർ ഇപ്പോൾ അത് കളവാക്കി കഴിഞ്ഞു. ആകയാൽ ഫമാ തസ്തതീഊന, ഇനി നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. ഫമാ തസ്തതീഊന, ഇസ്തതാഅ സാധ്യമായി, യസ്തതീഉ തസ്തതീഊന, ഇനി നിങ്ങൾക്ക്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. സർഫൻ വലാ നസ്റ, ഏതെങ്കിലും ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനുള്ള ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കളയുവാൻ, ഏതെങ്കിലും ഒരു ശിക്ഷയെ തിരിച്ചു കളയുവാനോ തിരിച്ചുവിടുവാനോ നിങ്ങൾക്കിനി കഴിയില്ല. വലാ നസ്റ, നിങ്ങൾക്ക് സ്വയം സഹായം ലഭിക്കുവാനും സാധ്യമല്ല. ഏതെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുവാനും ഇനിയില്ല. ഇനി ആരും നിങ്ങളെ സഹായിക്കാനില്ല. നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ഒരു ശിക്ഷയെ തിരിച്ചു കളയുവാനും ആരുമില്ല. ഒന്നിനും ഇനി നിങ്ങൾക്ക് കഴിയില്ല. അതാണ് സർഫൻ വലാ നസ്റ എന്ന് പറഞ്ഞത്. അല്ലാഹു അവരുടെ ഖേദം അവർക്ക് വർദ്ധിക്കുന്ന നിലക്ക് ഇതൊക്കെ കേട്ട് നിരാശരായി എല്ലാം കുടുങ്ങിപ്പോയല്ലോ എന്ന് വല്ലാത്തൊരു നിരാശയിൽ നിൽക്കുന്നവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്കിവിടെ ആരുമില്ല ഇനി രക്ഷക്ക്, ഒരു സഹായവും ഇനിയില്ല. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് തടുക്കാൻ ഒരാളുമില്ല. ആർക്കും അതിന് സാധിക്കില്ല. വമൻ യളിം മിൻകും, അതുകൊണ്ട് ആര് നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിക്കുന്നുവോ, ഇവിടെ അക്രമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഏറ്റവും വലിയ അക്രമം ശിർക്ക് തന്നെയാണല്ലോ. ഇന്ന ശിർക ലളുൽമുൻ അളീം, സമൂഹം ചെയ്യുന്ന ഏറ്റവും കടുത്ത ളുൽമ്, അക്രമം എന്ന് പറയുന്നത് അത് ശിർക്ക് തന്നെയാണ്. അരുതാത്ത കാര്യങ്ങൾ, വഴിവിട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പാതകമായ ശിർക്ക് ചെയ്തവരാണല്ലോ. അതുകൊണ്ട് വമൻ യളിം മിൻകും, നിങ്ങളിൽ നിന്ന് ആര് അക്രമം പ്രവർത്തിക്കുന്നതായോ, നുദിഖുഹു, അല്ലാഹു പറയാണ്, നുദിഖുഹു, അവനെ നാം രുചിപ്പിക്കുന്നതാകുന്നു. അവനെ നാം രുചിപ്പിക്കുന്നതാണ്, അവനെ നാം ആസ്വദിപ്പിക്കും. എന്തിനെയാണ് ആസ്വദിപ്പിക്കുന്നത്? എന്തിനെയാണ് അവർക്ക് രുചിപ്പിക്കുന്നത്? ഇനി ഇവിടെ അദാബൻ കബീറ, ഏറ്റവും വലുതായ ശിക്ഷ. അതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ളത്. അദാഖ എന്ന് പറഞ്ഞാൽ രുചിപ്പിച്ചു എന്നാണ് അർത്ഥം. അദാഖ അതിന്റെ മുളാരിഅാണ്, ഫ്യൂച്ചർ ടെൻസ് പ്രയോഗമാണ്. യുദീഖു, അല്ലാഹു പറയാണ് നുദിഖുഹു, നാം അവനെ രുചിപ്പിക്കുന്നതാണ്. അദാബൻ കബീറ, വലുതായ ശിക്ഷയെ, ഏറ്റവും വലിയ ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അപ്പൊ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് വളരെ ഖേദത്തോടുകൂടെ നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും നിരാശരായി നിൽക്കുന്നവരോട് അള്ളാഹു പറയുന്ന വാക്കുകളാണ് ഈ 19-ാമത്തെ
ആയത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അത്ര ഗുരുതരമായിരിക്കും ശിർക്ക് ചെയ്ത് പരലോകത്തെത്തിയവരുടെ ഗതി എന്ന് ഈ വചനത്തിൽ നിന്ന് നമ്മൾ കൃത്യമായി വായിച്ചെടുക്കണം. എന്തിന്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് വരാതെ നോക്കാൻ, കഠിനകഠോരമായ നരകശിക്ഷയിലേക്ക് മുഴുവൻ കാലവും തള്ളിവിടപ്പെടുവാൻ മാത്രം റബ്ബിന് കോപമുള്ള, ഒരു കാലത്തും ഞാനത് പൊറുക്കില്ല, തൗബ ചെയ്യാതെയാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ എന്ന് പറയപ്പെട്ടിട്ടുള്ള കഠിനമായ പാപമാണ് ശിർക്ക്. അത് വളരെ ഗൗരവത്തോടുകൂടെ മനുഷ്യൻ കാണണം. ഇതൊക്കെ നമുക്ക് ഈ വചനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പരലോകത്തെത്തുന്നതിന്റെ മുമ്പ് തന്നെ, നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് മുൻകൂട്ടി നമ്മോട് പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം ഏറെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി സർവ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങൾ അത്രയും എന്ന് ഗൗരവപൂർവം നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, നേരത്തെ നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് കേട്ടു, അറേബ്യൻ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കാതിരിക്കാൻ പറഞ്ഞ ചില മുട്ടുന്യായവാദങ്ങൾ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിഷേധിക്കണമല്ലോ എന്ന നിലക്ക് അവർ പറഞ്ഞ ചില വാദങ്ങളെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രവാചകൻ അങ്ങാടിയിലൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു മറുപടി ഈ വചനത്തിൽ അല്ലാഹു തആല തുടർന്നുകൊണ്ട് പറയുകയാണ്, വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ. വമാ അർസൽന, നാം അയച്ചിട്ടില്ല. അർസല അയച്ചു, മാ അർസല അയച്ചിട്ടില്ല. മാ അർസൽന വമാ അർസൽന, നാം അയച്ചിട്ടില്ല. ഖബ്ലക, നിനക്ക് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, നബിയെ നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, അയക്കുകയുണ്ടായിട്ടില്ല ഒരാളെയും. ആരില്ലെന്ന്? മിനൽ മുർസലീന, പ്രവാചകന്മാരിൽ നിന്ന്, മുർസലുകളിൽ നിന്ന്. അയക്കപ്പെട്ട ദൂതനാണല്ലോ മുർസൽ എന്ന് പറയുന്നത്. അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ദൂതർ, റസൂല് അല്ലെങ്കിൽ മുർസല്, അയക്കപ്പെട്ട, അതിന്റെ ബഹുവചനമാണ് മുർസലീൻ, മുർസലൂൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിനക്ക് മുമ്പ് ദൈവദൂതന്മാരിൽ നിന്ന് ഒരാളെയും നാം അയച്ചിട്ടില്ല. ഏത് നിലക്കല്ലാതെ? ഇല്ലാ ഇന്നഹും, നിശ്ചയമായും അവർ ആയിട്ടല്ലാതെ. ഇല്ലാ ഇന്നഹും, നിശ്ചയമായും അവർ ആയിട്ടല്ലാതെ. എങ്ങനെയുള്ളവരായിട്ടല്ലാതെ? ലയഅകുലൂന അത്ത്വാമ, ലയഅകുലൂന അത്ത്വാം, ഭക്ഷണം കഴിക്കുന്ന നിലയിൽ തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുകയും, ലയഅകുലൂന, അവർ കഴിക്കുന്നു, അത്ത്വാമ, ഭക്ഷണം, വയംശൂന ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ അവർ സഞ്ചരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആയത്തുകളിലും നമ്മൾ മനസ്സിലാക്കിയ വാചകങ്ങളാണ്. വയംശൂന മശാ യംശി, യംശൂന, അവർ നടക്കുകയും ചെയ്യുന്നു, ഫിൽ അസ്വാഖി, സൂഖിന്റെ ബഹുവചനമാണ് അസ്വാഖ്, മാർക്കറ്റുകൾ. അപ്പൊ അങ്ങാടികളിൽ സഞ്ചരിക്കുകയും ചെയ്യാറുള്ള നിലയിൽ, ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ സഞ്ചരിക്കുകയും ചെയ്യാറുള്ള നിലയിൽ തന്നെ അല്ലാതെ നാം ആരെയും ദൂതന്മാരായി അയച്ചിട്ടില്ല. അഥവാ ഇതൊക്കെ പ്രവാചകന്മാരുടെ പ്രകൃതം തന്നെയാണ്. അവരും ഭക്ഷണം കഴിക്കും, അവർക്കും വിശപ്പുമുണ്ട്, അവർക്കും കൂട്ടുകുടുംബങ്ങളുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്, ജീവിതത്തിന് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അതിനായി അവർ തൊഴിലെടുക്കുന്നുണ്ട്, അങ്ങാടിയിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പലതും ചെയ്തിട്ടുണ്ട്.
അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് നാം ദൂതന്മാരായി അയച്ചിട്ടുള്ളത് മുമ്പും. അതല്ലാതെ ഭക്ഷണമൊന്നും ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രത്യേകമായ അസാധാരണ പ്രകൃതമുള്ള ആളുകളായിട്ടല്ല നിനക്ക് മുമ്പും ദൂതന്മാരെ നാം അയച്ചിട്ടുള്ളത്. അപ്പോ എല്ലാ നബിമാരെയും അങ്ങനെ തന്നെയാണ് അള്ളാഹു അയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത്, വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന തആം വമാ കാനൂ ഖാലിദീൻ. വമാ ജഅൽനാഹും, നാം അവരെ നിശ്ചയിച്ചിട്ടില്ല. എങ്ങനെ? ജസദൻ, ചില തടികളായി കൊണ്ട്, ലാ യഅകുലൂന തആമ, ഭക്ഷണമൊന്നും കഴിക്കാത്ത ചില ശരീരങ്ങളായിട്ടല്ല നാം അവരെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ ഭൂമിയിൽ ശാശ്വതവാസികളായി നിലക്കും നാം അവരെ പറഞ്ഞയച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ പ്രവാചകന്മാരെ സംബന്ധിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതിലപ്പുറം മറ്റ് യാതൊരു രൂപത്തിലുള്ള താല്പര്യങ്ങളും ഈ വർത്തമാനങ്ങളുടെ ഒന്നും പിന്നിലില്ല. അവർക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അയക്കുന്ന പ്രവാചകന്മാരെ മനുഷ്യപ്രകൃതമുള്ള ആളുകളെ തന്നെയാണ് അയക്കാറുള്ളത്. അത് തന്നെയാണല്ലോ വേണ്ടതും. എങ്കിലല്ലേ മനുഷ്യരിലേക്ക് അയക്കുന്ന ദൂതന്മാർ മനുഷ്യരായാലേ മനുഷ്യർക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരിലേക്ക് മലക്കുകളെ അയച്ചിട്ട് കാര്യമില്ല. മലക്കുകളുടെ പ്രകൃതമല്ല മനുഷ്യരുടെ പ്രകൃതം. അതുപോലെ തന്നെ പ്രവാചകന്മാർക്ക് മനുഷ്യപ്രകൃതമല്ലാത്ത മറ്റു മലക്കുകളുടെ പ്രകൃതം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അപ്പോഴും അത് മനുഷ്യർക്ക് മാതൃകയാവാൻ അവർക്ക് കഴിയില്ലല്ലോ. ഇതൊക്കെ അല്ലാഹു തആല വളരെ കൃത്യമായി പറയേണ്ടി വരുന്നത് ഒരു ജനത ആ കാലഘട്ടത്തിൽ ബാലിശമായ ഇത്തരത്തിലുള്ള ചില മുട്ടുന്യായങ്ങൾ, ചില കുതന്ത്രവാദങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാവ്യക്തിത്വത്തെ നിരാകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കി തരുവാനാണ്. ബാലിശമാണ് അവരുടെ വാദങ്ങൾ. ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വിളിച്ചു പറയുന്ന ഏതാനും ചില ജൽപ്പനങ്ങൾ മാത്രമാണിതൊക്കെ. അപ്പൊ അള്ളാഹു പറയാണ്, നബിയെ, താങ്കൾക്ക് മുമ്പുള്ള ദൂതന്മാരെയും ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടികളിലൂടെ നടക്കുന്നവരുമായ നിലയിലൊക്കെ തന്നെയാണ് നാം അയച്ചിട്ടുള്ളത്. അവർക്കൊക്കെ ആ പ്രകൃതം തന്നെയായിരുന്നു. മാത്രമല്ല തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്ന, വജഅൽനാ, നാം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ബഅദക്കും, നിങ്ങളിൽ ചിലരെ, ലിബഅദിൻ, ചിലർക്ക്, ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. ഫിത്നതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പരീക്ഷണം. വജഅൽനാ വജഅൽനാ, നാം ആക്കിയിരിക്കുകയാണ്, ബഅദക്കും, നിങ്ങളിൽ ചിലരെ, ലിബഅദിൻ, ചിലർക്ക്, ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. എന്താണ് പരീക്ഷണം? അതസ്ബിറൂന, നിങ്ങൾ സഹിക്കുമോ എന്ന്. സബറ, സഹിച്ചു, ക്ഷമിച്ചു. അതസ്ബിറൂന, നിങ്ങൾ സഹിക്കുമോ, നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊക്കെ ഒരു പരീക്ഷണാർത്ഥം തന്നെയാണ് നിങ്ങളിൽ ചിലർക്ക് ചിലരെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അമ്പിയാക്കന്മാർക്ക് അവരുടെ ജനങ്ങൾ പരീക്ഷണമാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അമ്പിയാക്കൾ പരീക്ഷണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരീക്ഷണം തന്നെയാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് അവർ പ്രബോധനം നടത്തുന്ന പ്രബോധിത സമൂഹം, ആ ജനങ്ങൾ ഒരു പരീക്ഷണം തന്നെയാണ്. കാരണം അതിശക്തമായ എതിർപ്പുകളും പരിഹാസങ്ങളും പീഡനങ്ങളും അതുപോലെയുള്ള നിരന്തരമായ ബുദ്ധിമുട്ടിക്കലുകളുമൊക്കെ പ്രബോധിത സമൂഹത്തിൽ നിന്ന് പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കേൾക്കുമ്പോൾ പ്രവാചകന്മാർ എത്രത്തോളം ക്ഷമയും സഹനവും ഒക്കെ പാലിക്കുന്നുണ്ട് എന്ന് പ്രവാചകന്മാർക്ക് അവർ നിയോഗിക്കപ്പെടുന്ന ജനങ്ങൾ ഒരു പരീക്ഷണം തന്നെയാണ്. അതേത് കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കണം. ഖിയാമത്ത് നാൾ വരെയുള്ള ഇനി പ്രവാചകന്മാരുടെ കാലശേഷം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം, ആ അന്ത്യപ്രവാചകന്റെ ശേഷം ഇനി ഒരു പ്രവാചകൻ നമുക്ക് ഉത്ബോധനം നടത്തുവാനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാനും ഇവിടെ വരാനില്ല. ഇനി ആ സ്ഥാനത്ത് അവിടുത്തെ പാഠങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള പണ്ഡിതന്മാരാണ്.
അവരുടെ സ്ഥാനത്ത് ഇനി വരുന്നത്. അവർക്കാണ് ആ ദൗത്യം പ്രവർത്തിക്കുവാനുള്ളത്, നിർവഹിക്കുവാനുള്ളത്. അവരും മനസ്സിലാക്കണം, പ്രബോധകന്മാരായ ആളുകൾ മനസ്സിലാക്കണം, എവിടെയാണോ ആരോടാണോ പ്രബോധനം നടത്തുന്നത് ആ ജനത എനിക്കൊരു പരീക്ഷണമാണെന്ന്. കാരണം അവരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ, പരിഹാസങ്ങളെ, ചീത്ത വിളിക്കലുകളെ, അതുപോലെ തന്നെ ശാരീരികമായ ഉപദ്രവിക്കലുകൾ വരെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിലൊന്നും സഹിക്കാനാവാതെ എനിക്കിത് പറ്റില്ല, ഞാൻ എന്തിനീ ഇങ്ങനെ ആളുകളിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കുന്നു, പരിഹാസങ്ങൾ കേൾക്കുന്നു, പീഡനമേൽക്കുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇബാദത്തുകളുമായി അവിടെ ഒതുങ്ങിക്കൂടിയാൽ മതി, ഇസ്ലാമിക പ്രബോധന രംഗത്തുനിന്ന് പതുക്കെ പിന്മാറാം എന്ന് ഏതെങ്കിലും വ്യക്തികൾ ചിന്തിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാചകം നമ്മൾ ഓർക്കണം. ഈ പരീക്ഷയിൽ വിജയിക്കുവാനാണ് ഒരു പ്രബോധകർക്ക് കഴിയേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ താൻ എന്താണോ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയ ദീൻ കലർപ്പില്ലാതെ അള്ളാഹുവിന്റെ കൃത്യമായ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണം ജനങ്ങൾ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കുന്ന മേഖലയാണെന്ന് ആരും മനസ്സിലാക്കരുത്. ജനങ്ങളിൽ നിന്ന് എതിർപ്പുകൾ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിക പ്രബോധനത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അല്ലാഹു തആല സഹനം പ്രത്യേകം എടുത്തു പറയാറുണ്ട്. സഹനമുള്ളവർക്കും ക്ഷമയുള്ളവർക്കും മാത്രമേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഉപദ്രവങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ സഹിക്കുവാനും അതിന് താല്പര്യപൂർവ്വം മുന്നോട്ട് പോകുവാനും അതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുക എന്നുള്ളത് റബ്ബിന്റെ തൗഫീഖാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ എതിരാളികളിൽ നിന്ന്, ഇസ്ലാമികമായ കാര്യങ്ങളെ എതിരി നിൽക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം കേൾക്കേണ്ടി വരും എന്ന്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. വേദം നൽകപ്പെട്ടവരിൽ നിന്നും അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന മറ്റു ആളുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ധാരാളമായ ഉപദ്രവങ്ങൾ, കുറച്ചൊന്നുമല്ല, അദൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് നിരീശ്വര നിർമ്മതവാദികളിൽ നിന്നുണ്ടാകും. യുക്തിവാദികളെന്ന് സ്വയം പേരിട്ടുകൊണ്ട് ഒരു യുക്തിയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബാലിശങ്ങളായ വാദങ്ങളുമായി നടക്കുന്ന അത്തരത്തിലുള്ള ആളുകളിൽ നിന്നുണ്ടാകും. പല മേഖലയിൽ നിന്നും എതിർപ്പിന്റെ കൂരമ്പുകൾ ഉണ്ടാകാം, പരിഹാസങ്ങൾ ഉണ്ടാകാം, ട്രോളുകൾ ഉണ്ടാകാം, പല വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെയൊക്കെ അല്ലാഹു തആല നമ്മോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അവിടെയൊക്കെ എന്താ പറഞ്ഞത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ഇതൊന്നും എനിക്ക് സഹിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തു നിന്ന് പിന്മാറുകയല്ല വേണ്ടത്. അല്ലാഹു പറഞ്ഞു, വഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ സഹനം പാലിക്കുകയും സൂക്ഷ്മത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ധീരമായ നിലപാടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഒരു പരീക്ഷണമാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കണം. വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്നതൻ, നിങ്ങളിൽ ചിലർക്ക് ചിലരെ നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. അപ്പോ ജനങ്ങൾക്കും പരീക്ഷണാണ്. സത്യത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അവരെ നമ്മൾ എത്രത്തോളം അവര് പറയുന്ന വാക്കുകൾ മുഖവിലക്കെടുത്ത് ഇസ്ലാമികമായ ജീവിതം നയിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട് എന്ന ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമികമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി ആളുകൾ തയ്യാറായി വരുമ്പോൾ അത് കേൾക്കുവാനും അതിനെ ശ്രദ്ധിക്കുവാനും അത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമൊക്കെ നാം എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന പരീക്ഷണം ജനങ്ങൾക്കുമുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണമാണെന്നാണ് ഞാൻ പറയുന്നത്. പ്രബോധകന്മാർക്ക് അവര് പ്രബോധനം നടത്തുന്ന ജനങ്ങൾ പരീക്ഷണമാണ്. ഈ ജനങ്ങൾക്ക് പ്രവാചകന്മാരും അതുപോലെ തന്നെ പ്രബോധകന്മാരും പരീക്ഷണമാണ്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പരലോകത്ത് വിജയിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കലർപ്പില്ലാതെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളോട് ഞങ്ങൾ നന്ദിപൂർവം അത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ സമയം കാണുന്നുണ്ടോ? അതോ ആ നിഅമത്തിനെ മുഖവിലക്കെടുക്കാതെ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് അതിനെ അവഗണിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം ജനങ്ങൾക്കുമുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് പണക്കാര് പരീക്ഷണമാണ്, പണക്കാർക്ക് പാവപ്പെട്ടവർ പരീക്ഷണമാണ്. ഇതൊക്കെ ഇതിന്റെ വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു തആല ചിലർക്ക് പണം കൊടുത്ത് പരീക്ഷിക്കും. എന്തിന്? ഈ പണം കൊണ്ട് ഇവൻ എന്താ ചെയ്യുന്നത്? ജനങ്ങളോടുള്ള കടമ നിർവഹിക്കുന്നുണ്ടോ? ചിലരെ പരീക്ഷണമാക്കുകയാണ് അല്ലാഹു. അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് പണക്കാരോട് അസൂയയും അതുപോലെ തന്നെ ആ നിലക്കുള്ള ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു അവർക്കൊക്കെ നിഅമത്ത് കൊടുത്തു, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന നിലക്ക് റബ്ബിന്റെ തീരുമാനങ്ങളോട് വല്ല വെറുപ്പും തോന്നുന്നുണ്ടോ? പാവപ്പെട്ടവർക്ക് അത് പരീക്ഷണമാണ്, പണക്കാർക്ക് പരീക്ഷണമാണ്. തങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് തങ്ങൾ കഴിവില്ലാത്ത ആളുകളെ സഹായിക്കുവാൻ സന്മനസ് കാണിക്കുന്നുണ്ടോ? അത് അവർക്ക് പരീക്ഷണമാണ്. ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യമില്ലാത്തവർ പരീക്ഷണമാണ്, തിരിച്ചും പരീക്ഷണമാണ്. ആരോഗ്യമില്ലാത്തവരെ കാണുമ്പോ ആരോഗ്യമുള്ളവർ ചിന്തിക്കുന്നുണ്ടോ, റഹ്മാനായ റബ്ബ് എനിക്ക് ആരോഗ്യം തന്നല്ലോ, അവരെ അപേക്ഷിച്ച് എന്റെ റബ്ബ് എനിക്ക് നിഅമത്ത് തന്നല്ലോ, ഞാൻ അതിന് റബ്ബിനോട് നന്ദി കാണിക്കണ്ടേ? എനിക്ക് പരീക്ഷണമാണത്. അങ്ങനെ ജീവിതത്തിൽ നോക്കുമ്പോൾ ചിലരെ അല്ലാഹു തആല പരീക്ഷണമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് അങ്ങനെയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ, നിങ്ങളിൽ ചിലർക്ക് ചിലരെ നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുക തന്നെയാണ്. അതസ്ബിറൂന, നിങ്ങൾ സഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സഹനം പാലിക്കുന്നുണ്ടോ എന്നൊക്കെ റബ്ബ് പരീക്ഷിക്കുകയാണ്. വകാന റബ്ബുക ബസീറാ, നിന്റെ രക്ഷിതാവ് ബസീറ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെയുള്ള മുന്നറിയിപ്പായിട്ട് നമ്മൾ ഇതിനെ കാണണം. അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വകാന റബ്ബുക, നിന്റെ റബ്ബായിരിക്കുന്നു. എങ്ങനെയുള്ളവനാണവൻ? ബസീറൻ, വീക്ഷിക്കുന്നവനാണ്, ഒക്കെ കണ്ടറിയുന്നവനാണ്. നമ്മുടെ ഓരോ ചലനങ്ങളെയും എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. ബസീറാണ് റബ്ബ്. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് തിന്മകളിലേക്ക് പോകാൻ നമുക്കാവില്ല. ആ ബോധം നഷ്ടപ്പെടുത്താനാണ് പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിശാചിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ, പിശാചിന് നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ടാകാതിരിക്കുന്ന വിധത്തിൽ നിരന്തരമായി നമ്മുടെ മനസ്സുകളെ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇബാദത്തുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, നന്മയുടെ മാർഗങ്ങളിലൂടെ നമ്മുടെ സമയങ്ങളെ വിനിയോഗിച്ച് പൈശാചികമായ സ്വാധീനത്തെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് തളർത്തിയെറിഞ്ഞ് റഹ്മാനായ റബ്ബിനോടുള്ള നമ്മുടെ കൃത്യമായ ഭയഭക്തിയെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമാറ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു കാണുന്നുണ്ട്. ആ ബോധമാണ് നമ്മെ ഏത് സമയത്തും നയിക്കേണ്ടത്. ഇബാദത്ത് എടുക്കുന്ന വേളയിൽ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഏതൊരു നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധമാണ് വേണ്ടത്. അവൻ എന്നെ കാണുന്നുണ്ട്, അപ്പോൾ നല്ല ഭക്തി ഉണ്ടാകും. മാലോകരെ കാണട്ടെ കാണാതിരിക്കട്ടെ, ആളുകൾ കാണുക എന്നുള്ള റിയാഓ പ്രദർശന പരതയോ ലോകമാന്യമോ കടന്നുകൂടിയാൽ നമ്മുടെ ഇബാദത്തുകളെ അത് തകർത്തു കളയും എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഓർമ്മ വേണം. വകാന റബ്ബുക ബസീറ, അല്ലാഹു തആല നിന്റെ രക്ഷിതാവ് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന്. ഇതാണ് ഈ വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള കൃത്യമായ സന്ദേശം.
അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ അയച്ചു തന്നിട്ടുള്ളത് ഒരു പരീക്ഷണമാണ് നമുക്ക്. ആ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അധ്യാപനങ്ങൾ നമുക്കൊരു പരീക്ഷണമാണ്. അത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നാം തയ്യാറാകുന്നുണ്ടോ? ഏതൊരു നന്മയും ഏതൊരു നിഅമത്തും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയും. നിരന്തരമായി ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഫോർവേഡ് ചെയ്യപ്പെടുമ്പോ പലരും ഇന്ന് വിമ്മിഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. ആയിരക്കണക്കിനാണ് മെസ്സേജുകൾ വരുന്നത്. നന്മയുടേതായ കവാടങ്ങൾ തുറന്നു കിട്ടുമ്പോൾ നമ്മുടെ സമയത്തിന്റെയും സൗകര്യത്തിന്റെയും ഇടം തെരഞ്ഞെടുത്തുകൊണ്ട് നന്മകൾ കൂടുതൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും അറിഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. ഇത് നമുക്കൊരു പരീക്ഷണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ പരീക്ഷകളിൽ വിജയിക്കുന്ന, റബ്ബിന്റെ കോടതിയിൽ വിജയികളായി റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ സ്വർഗലോകം ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് 21-ാമത്തെ ആയത്ത് അല്ലാഹു അതിൽ പറയുന്നത്, അറേബ്യൻ ജനത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആ പ്രവാചകനെ അംഗീകരിക്കാതിരിക്കാൻ പറഞ്ഞ മുട്ടുന്യായങ്ങളിൽ മറ്റൊരു ന്യായമാണ് ദുർന്യായം. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا وقال الذين لا يرجون لقاءنا وقال الذين لا يرجون لقاءنا وقال പറയുകയും ചെയ്തു. ഖാല ഇപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ഖാല പറഞ്ഞു, വഖാല പറയുകയും ചെയ്തു. ആരെ? അല്ലദീന ഒരു കൂട്ടർ. ആരാണവർ? ലാ യർജൂന അവര് പ്രതീക്ഷിക്കാത്തവരാണ്. റജാ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു. യർജു അതിന്റെ മുദാരിഅ. ലാ യർജൂന അവര് പ്രതീക്ഷിക്കാത്തവരാണ്. ഏത് പ്രതീക്ഷിക്കാത്തവരാണവർ? ലിഖാഅനാ, ലിഖാ കണ്ടുമുട്ടുക. ആരെ കണ്ടുമുട്ടുക? ലിഖാഅനാ. അല്ലാഹു പറയാണ്, നമ്മെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്തവര് പറയുന്നു. അഥവാ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ പോകേണ്ടി വരും, അവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നൊന്നും കൃത്യമായി വിശ്വസിക്കാത്ത ആളുകൾ, അതിലൊന്നും ഒരു ചിന്തയില്ലാത്ത, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലക്ക്, പരലോകമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും ചിലര്, ചിലരില്ല എന്ന് തന്നെ പറയും, ചിലര് ഉണ്ട് എന്ന് പറയും. ഉണ്ട് എന്ന് പറയുന്നവർക്ക് തന്നെ ദൃഢമായ വിശ്വാസമില്ല. അതൊക്കെ അവിടെ എത്തുമ്പോഴല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാകും എന്ന് പറയുന്ന രൂപത്തിൽ നിസ്സാരമായി കാണുന്നവരുണ്ട്. അതേ അവസരത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന നല്ല ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങളുമുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തെക്കുറിച്ച് അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ ഇവിടെ പറയുന്നതോ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഒരു പ്രതീക്ഷയില്ലാതെ അതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടോ ഇനി അതല്ലെങ്കിൽ വികലമായ നിലക്ക് അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ടോ ഒക്കെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് അവിടുന്ന് ഓതിക്കേൾപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും അധ്യാപനങ്ങളെയും ഒക്കെ തള്ളിക്കളയാൻ അവര് പറഞ്ഞ ഒരു മുട്ടിന്യായം എന്താണ്? ലൗലാ ഉൻസില അലൈനാ, ഞങ്ങളുടെ മേലിറക്കാത്തത് എന്താണ്? ഞങ്ങളുടെ മേലിറക്കപ്പെട്ടുകൂടെ? ആരെ? അൽ മലായിക്കത്തു, മലക്കുകളെ. നമ്മുടെ മേൽ മലക്കുകളെ ഇറക്കപ്പെടാത്തതെന്ത്? മുമ്പത്തായത്തിൽ, ഈ അധ്യായത്തിന്റെ തന്നെ തുടക്കത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. അവരെന്താ പറഞ്ഞത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവരിതേ വാദം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ
ഫയകൂന മഅഹു നദീറ. ഏഴാമത്തെ ആയത്തിൽ, ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്താണ് ഈ നബിയുടെ കൂടെ ഒരു മലക്കിനെ ഇറക്കിക്കൂടാത്തത് എന്താണ്? എന്നിട്ട് ആ മലക്കും നമ്മളുടെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ വർത്താനം പറയട്ടെ എന്ന് നബിയുടെ കൂടെ ഒരു മലക്കിനെ ഇറക്കാത്തത് എന്താണ് അവർ പറഞ്ഞിരുന്നു. ഇപ്പൊ പറയുന്നത് അതിനെ കുറച്ചുകൂടെ കടന്നുകൊണ്ടാ പറയുന്നത്. അതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അതെന്താ? ലൗലാ ഉൻസില അലൈന, ഞങ്ങളുടെ മേലിറക്കപ്പെടാത്തതെന്ത്? ഒരു മലക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ, എന്നിട്ട് നേരിട്ട് ഞങ്ങളോടൊരു മലക്കിന് സംസാരിച്ചാൽ എന്താ? അങ്ങനെ എന്താ ഒരു മലക്കിനെ ഇറക്കപ്പെടാത്തത്? ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു മലക്ക് വരാത്തത് എന്താ? ഇനി അതുമല്ലെങ്കിലോ, ഔ അല്ലെങ്കിൽ അതിലും കടന്ന വാദം, അതെന്താ? നറാ, ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തതെന്താ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയണമല്ലോ. റബ്ബന, ഞങ്ങളുടെ റബ്ബിനെ, നമ്മുടെ റബ്ബിനെ നമ്മൾ നേരിൽ കാണുകയോ ചെയ്തൂടേന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നേരിട്ടാണ് വന്നൂടേന്ന്. എന്നിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞൂടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കണം, ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ പാടില്ല എന്ന് അള്ളാഹ്ക്ക് നേരിട്ട് എന്താണ് വന്നൂടേന്ന്. ഇതൊക്കെ ഇവരുടെ ഈ കടുത്ത ദുർവാശിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബാലിശമായ ചില വാദങ്ങളായിരുന്നു. അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, ഔ നറാ റബ്ബന, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നമ്മൾ കാണാത്തതെന്താ? റബ്ബിന് വന്നൂടെ? റബ്ബിന് വന്നിട്ട് നേരിട്ട് പറഞ്ഞാൽ എന്താ? ഇതൊക്കെയായിരുന്നു അറേബ്യൻ ജനത പറഞ്ഞിരുന്നത്. ഇതൊക്കെ വെറും കിബറിന്റെ വർത്താനാണ്. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, തീർച്ചയായും അവർ ഗർവ് നടിച്ചിരിക്കുകയാണ്. ഇസ്തക്ബറ, ഗർവ് കാണിച്ചു, കിബർ കാണിച്ചു, അഹങ്കാരം കാണിച്ചു. ഇസ്തക്ബറ, ഇസ്തക്ബറ, ഇസ്തക്ബറു, തീർച്ചയായും അവർ ഗർവ് നടിക്കുകയാണ്. ഫീ അൻഫുസിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, അവർ തങ്ങളുടെ മനസ്സിൽ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. ആ അഹങ്കാരത്തിന്റെ ഗർവിന്റെ വാക്കുകളാണ് ഈ കേൾക്കുന്നതൊക്കെ. വഅതൗ ഉതുവൻ കബീറാ, വഅതൗ, അതാ എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിച്ചു, ഉതുവ് ധിക്കാരം, വഅതൗ അവർ ധിക്കാരം കാണിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുള്ള ധിക്കാരം? ഉതുവൻ കബീറാ, വലിയ ധിക്കാരം, ധിക്കരിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ ഈ വാക്കുകളിലൂടെ. റഹ്മാനായ റബ്ബിനോട് അനുസരണയോടെ ഇതൊക്കെ കേട്ട് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടെന്ന ജനത, അഹങ്കാരത്തിന്റെ വാക്കുകളാണ് അവർ സംസാരിച്ചത്. അതാണ് അള്ളാഹു ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞത്? ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ നിറയെ അഹങ്കാരമാണ്, കിബറാണ്. വഅതൗ, അവർ ധിക്കരിച്ചിരിക്കുകയാണ്, ഉതുവൻ കബീറ, വലിയതായ ധിക്കാരം, ധിക്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകളിലൊന്നും യാതൊരു ആത്മാർത്ഥതയും അവർക്കില്ല. ഇതൊക്കെ ഇപ്പൊ അവർക്ക് മലക്കുകൾ ഇറക്കാനും റബ്ബിനെ കാണാനും ഒന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണ്ടേ, ആ അർത്ഥത്തിൽ സംസാരിക്കുന്നതാണ്. കേവലം നിരർത്ഥകമായ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ധിക്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കേവലം പരിഹാസങ്ങളാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ റബ്ബ് അതിനവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പറയുന്നവരെ അള്ളാഹ് വിടുന്നാരും വിചാരിക്കണ്ട. അള്ളാഹു പറയാണ്, യൗമ യറൗനൽ മലായിക, യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. യൗമ യറൗനൽ മലായികത, അവർക്കിപ്പോ മലക്കുകളെ കാണാനല്ലേ പൂതി. അള്ളാഹു പറയാണ്, യൗമ യറൗന, അവർ കാണുന്ന ദിവസം. യൗമ യറൗന, അവർ കാണുന്ന ദിവസം. ആരെ? അൽ മലായികത, മലക്കുകളെ അവർ കാണുന്ന ദിവസം. മലക്കുകളെ അവർ കാണുന്ന ദിവസം. ലാ ബുശ്റാ, സന്തോഷ വാർത്തയേ ഇല്ല. ഒരു സന്തോഷ വാർത്ത അവർക്ക് ഉണ്ടാവൂല. ലാ ബുശ്റാ, ബുശ്റാ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. ലാ ബുശ്റാ,
സന്തോഷവാർത്ത ഇല്ലേ ഇല്ല. യൗമഇദിൻ അന്നത്തെ ദിവസം ലിൽ മുജ്രിമീന ആ കുറ്റവാളികൾക്ക്, ലിൽ മുജ്രിമീൻ ആ കുറ്റവാളികൾക്ക് അന്നത്തെ ദിവസം അവര് മലക്കുകളെ കാണുമ്പോ ഒരു സന്തോഷവാർത്തയും ഇല്ലേ ഇല്ല. വയഖൂലൂന അവര് പറയുകയും ചെയ്യും, ഹിജ്റം മഹ്ജൂറാ ഭദ്രമായ തടസ്സം എന്നവര് പറയും. ഹിജ്ർ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ്, തടഞ്ഞു. ഹജറ, ഹിജ്ർ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം അറബി ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ കഅബയോട് ചേർന്നുകൊണ്ടുള്ള ഒരു ആർച്ച് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, ഹിജ്ർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഹിജ്ർ ആ പേരതിന് വരാനുണ്ടായ പല കാരണങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാര് പറഞ്ഞത്, അതിൻ്റെ അകത്തുകൂടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് തവാഫ് വിലക്കപ്പെട്ട, തടയപ്പെട്ട സ്ഥലമാണത്. ഹാജിമാരവിടെ തവാഫ് ചെയ്യുമ്പോൾ ഹിജ്റിന്റെ അകത്തുകൂടെ തവാഫ് ചെയ്യാൻ പാടില്ലല്ലോ, ഹിജ്റിന്റെ പുറത്തുകൂടെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് തവാഫ് തടയപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. അപ്പൊ ഹിജ്ർ അത് തടയപ്പെട്ടു എന്നാണ് ഹിജ്ർ എന്നർത്ഥം. അതുപോലെ മനുഷ്യന്റെ അഖലിന്, ബുദ്ധിക്ക് ഹിജ്ർ എന്ന് പറയാറുണ്ട്. അവിടെ എന്താണ് മനുഷ്യന് നൽകപ്പെട്ട ബുദ്ധി എന്തിനുള്ളതാണ്? അരോചകമായ, അതല്ലെങ്കിൽ പാടില്ലാത്ത കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ബുദ്ധി വിവേകമുള്ളവര് അത്തരത്തിൽ അവന് നാശകരമായ ഒന്നിലേക്കും പോയി ചാടരുത് എന്നുള്ള നിലക്കാണ് മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബുദ്ധിയെ പറ്റി പറയുന്നിടത്തും ഭാഷയിൽ ഹിജ്ർ എന്ന് പ്രയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മളൊരു കാര്യത്തെ ഒരാളിൽ നിന്ന് തടയുന്നതിന് ഹജറ എന്ന് പറയും. ഹജറ ഹ ആണ്. അപ്പോ ഇവിടെ ഹിജ്റം മഹ്ജൂറ തടയപ്പെടുന്നതായ തടസ്സം എന്നാണ് ശരിക്കതിന്റെ അർത്ഥം വരിക. തടസ്സപ്പെടുത്തുന്നതായ എന്നൊക്കെ പറയുമ്പോ വളരെ കൃത്യമായിട്ട് 100% തടയപ്പെടും. വയഖൂലൂന ഹിജ്റം മഹ്ജൂറ, വിലക്കപ്പെട്ട മുടക്കം അല്ലെങ്കിൽ വിലക്കപ്പെട്ട തടയപ്പെട്ട തടസ്സം എന്നൊക്കെ പറയുമ്പോ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ശക്തിയായ തടസ്സമാണ് വരാൻ പോകുന്നത്, അതിശക്തമായ തടസ്സമാണ് എന്നവര് പറയും. വയഖൂലൂന ഹിജ്റം മഹ്ജൂറ. നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? ഇപ്പൊ മലക്കുകളെ കാണണം. എന്താ മലക്കുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാത്ത? ഞങ്ങൾക്ക് എന്താ മലക്കുകളെ കാണാൻ പറ്റാത്തത് എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. എങ്കിൽ അള്ളാഹു പറയാണ്, നിങ്ങൾ മലക്കുകളെ കാണുന്നൊരു ദിവസം വരുട്ടോ. യൗമ യറൗനൽ മലായിക, മലക്കുകളെ അവര് കാണുന്ന ദിവസം. ആ ദിവസം ലാ ബുശ്റാ യൗമൈദിൽ ലിൽ മുജ്രിമീന, കുറ്റവാളികൾക്ക് അന്നത്തെ ദിവസം ഒരു സന്തോഷ വാർത്തയും കിട്ടുകയില്ല. മറിച്ച് ഏറ്റവും സങ്കടകരമായ വാർത്തകളാണ് അവർക്ക് കിട്ടുക. എന്താ കാരണം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളെ മനുഷ്യന്മാര് കണ്ടു തുടങ്ങുന്നത് എപ്പോൾ മുതൽക്കാ? മരണത്തിന്റെ വേളയിൽ എല്ലാവരും മലക്കുകളെ കാണുകയാണ്. അത് മുഅ്മിനീങ്ങളും കാണുന്നു, അവർ റഹ്മത്തിന്റെ മലക്കുകളെ കാണുന്നു. നമ്മൾ പലപ്പോഴും വിശദീകരിക്കാറുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് പറയുന്നത് പോലെ കൃത്യമായി ജീവിച്ച മുഅ്മിനീങ്ങൾ മരിക്കുന്ന വേളയിൽ അവരുടെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ വേണ്ടി മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബറ്റാലിയൻ തന്നെ, മലക്കുകൾ തന്നെ വരികയാണ്. ആ റഹ്മത്തിന്റെ മലക്കുകളെ ഈ മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ കാണുകയാണ്. അവരിൽ നിന്നുള്ള സന്തോഷത്തിന്റെ വാർത്തകൾ മുഅ്മിനീങ്ങൾ കേൾക്കും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ശാശ്വതത്വത്തിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്, ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, പുറപ്പെട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാർത്തകൾ, നല്ല നല്ല ബുശ്റകൾ, സന്തോഷ വാർത്തകൾ മലക്കുകൾ അവരെ കേൾപ്പിക്കുമെന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ കാഫിറുകളായ ധിക്കാരികളായ ആളുകൾ അവരും മലക്കുകളെ കാണുമല്ലോ. പക്ഷേ അവരുടെ സമീപത്തേക്ക് വരുന്ന മലക്കുകൾ അദാബിന്റെ മലക്കുകളാണ്. ആ മലക്കുകളിൽ നിന്ന് അവര് കേൾക്കേണ്ടത് എന്താണ്? അതിക്രൂരമായ, അതികഠിനമായ നിലക്ക് അവർക്ക് കിട്ടാനുള്ള നരകത്തെ കുറിച്ചുള്ള കാഴ്ചകളാണ്.
നരകീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് അവരോട് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല അടിയാണ് അവർക്ക് കിട്ടുന്നത്. അതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഓ നബിയേ, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. എത്ര ഗൗരവമാണ് അള്ളാന്റെ റസൂലിനോട് പറയാണ്, നബിയേ നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ. ഏത് സന്ദർഭം? ഇത് യതവഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കുന്ന വേള. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, നിഷേധികളായ ആളുകളുടെ റൂഹ് പിടിക്കുമ്പോ ആ റൂഹുകളതാ പുറപ്പെടാൻ കൂട്ടാക്കാതെ പേടിച്ചരണ്ട് ഉള്ളിലേക്ക് വലിയുമ്പോ അദാബിന്റെ മലക്കുകൾ അതാ അടിച്ചടിച്ചുകൊണ്ട് അവരുടെ മുഖത്തും അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലും പുറഭാഗങ്ങളിലുമൊക്കെ അടിച്ചടിച്ച് മർദ്ദിച്ചുകൊണ്ട് അവരുടെ ആത്മാവിനെ അതിശക്തമായ നിലക്ക് ഊരിവലിച്ചെടുത്തു കൊണ്ടുപോകുന്നു. അവരോട് അതികഠിനമായ നിലക്കുള്ള ആക്രോശങ്ങളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ ധിക്കാരികളെ, ഇറങ്ങിനടാ പുറത്തേക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള ശിക്ഷയിലേക്ക്, അതേ അതികഠിനമായ നരകശിക്ഷയിലേക്ക്. നിങ്ങൾ വലിയ ധിക്കാരികളായിരുന്നല്ലോ, വലിയ കിബറന്മാരായിരുന്നില്ലേ, വലിയ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ധിക്കാരികളായി ജീവിച്ചവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ആക്രോശമാണ് അവർ കേൾക്കേണ്ടി വരുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണിവിടെ റബ്ബ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ മലക്കുകളെ കാണാൻ തിരക്ക് കൂട്ടുന്ന ഈ ധിക്കാരികളുണ്ടല്ലോ, തെമ്മാടികളുണ്ടല്ലോ, പരിഹാസത്തോടെ അതൊക്കെ പറയുന്നവരോട് പറയാണ്, യൗമ യറൗനൽ മലായികത, മലക്കുകളെ അവരെ കാണുന്ന ദിവസം, മലക്കുകളെ അവരെ കാണുന്ന ദിവസം, ലാ ബുശ്റാ, ഒരു സന്തോഷ വാർത്തയും ഇല്ല. യൗമൈദിൻ, അന്നത്തെ ദിവസം, ലിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകൾക്ക്. മരണത്തിന്റെ വേളയിലും അവർ മലക്കുകളെ കാണും, അപ്പോഴും അവർക്ക് ബുശറയില്ല. ഇനി പരലോകത്തെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ വെച്ച് മലക്കുകളെ കാണുമ്പോഴും അവർക്ക് ഈ രൂപത്തിലുള്ള ഭീതിജനകമായ വാക്കുകളെ മലക്കുകളിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവർക്ക് മലക്കുകളിൽ നിന്ന് സന്തോഷത്തിന്റെ വാർത്തകൾ കേൾക്കില്ല. വയഖൂലൂന, മാത്രമല്ല അവര് പറയുകയും ചെയ്യും, ഹിജ്റം മഹ്ജൂറാ. ഇവിടെ വയഖൂലൂന, അവര് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ അവര് പറയും എന്ന് പറഞ്ഞാൽ ആര് പറയും എന്നാണ്? രണ്ട് നിലക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, യഖൂലൂന എന്ന് പറയുന്ന ക്രിയയുടെ ഫാഇല്, അഥവാ പറയുന്നവർ, അവര് പറയുന്ന പറഞ്ഞാൽ ആരാണ് അവർ? അത് മലക്കുകളാണ് എന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. മലക്കുകൾ ഈ കുറ്റവാളികളോട് പറയുന്നതാണ്. എന്ത്? ഹിജ്റം മഹ്ജൂറ, ഭദ്രമായ തടസ്സം, വളരെ കഠിനമായ തടസ്സം തന്നെയാണ്. അഥവാ ഒരനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടാനില്ല, ഒരു സന്തോഷ വാർത്തയും നിങ്ങൾക്ക് കിട്ടാനില്ല. മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു സന്തോഷ വാർത്തയോ അനുഗ്രഹങ്ങളോ സുഖങ്ങളോ കാഴ്ചകളോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. പരിപൂർണമായ തടസ്സമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. അതാണ് ഹിജ്റം മഹ്ജൂറ എന്ന് മലക്കുകൾ പറയും എന്ന് പറയുന്നത്. അവിശ്വാസികളാണ് അങ്ങനെ പറയുക എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ താല്പര്യം എന്താണ്? അവര് മലക്കുകളോട് പറയുന്ന ഒരു വാക്കായിരിക്കും അത്. വയഖൂലൂന, അപ്പൊ ഈ അവിശ്വാസികൾ വിളിച്ചു പറയും. ആരോട്? മലക്കുകളോട്. ഞങ്ങൾക്കും ശിക്ഷക്കുമിടയിൽ ഒരു തടസ്സം നിങ്ങൾ ഏർപ്പെടുത്തി തന്ന് ഞങ്ങളെ രക്ഷിക്കണേന്ന് മലക്കുകളോട് പറയും. കാരണം മരണത്തിന്റെ സമയത്ത് മലക്കുകളോട് വിളിച്ചിട്ട് അവര് പറയും, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്ന് പിന്തിക്കൂ എന്ന് അള്ളാഹിനോടൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെ അവരിങ്ങനെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന മലക്കുകളോടൊക്കെ അവര് പലതും പറഞ്ഞു നോക്കും, സംസാരിക്കും. ഞങ്ങൾ ദുർബലരായിരുന്നു, ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് പിന്തിക്കണേ എന്നൊക്കെ അവർ വിലപിക്കും. പരലോകത്ത് നരകത്തിൽ കടത്തുന്ന അവസരത്തിലും അവർ നരകത്തിലിട്ട് വെന്തരിയുന്ന നേരത്തും അവര് മലക്കുകളോട് പറഞ്ഞു നോക്കും, ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ തരണേ. യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. അവര് വിളിച്ചു പറയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രക്ഷ തരാനുണ്ടോ?
ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് സംസാരിക്കാമോ എന്നൊക്കെ അവര് സംസാരിക്കും. മലക്കുകളോടെന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ആവാം. യഖൂലൂന, അവര് പറയും മലക്കുകളെ കാണുമ്പോ, ഹിജ്റം മഹ്ജൂറാ, ഞങ്ങൾക്കും ശിക്ഷക്കുമിടയിൽ ഒരു ശരിയായ ഒരു മറ ഉണ്ടാക്കാത്തന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നവര് മലക്കുകളോട് വിലപിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മരണനേരത്തെ അവർ ആവശ്യപ്പെട്ടിട്ടും കാര്യമില്ല, നരകത്ത് കിടന്നിട്ട് ആവശ്യപ്പെട്ടിട്ടും കാര്യം ഉണ്ടാവില്ല. അതൊന്നും കേൾക്കാനും സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ രണ്ട് നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികളെ പറയാണെന്ന് പറയുമ്പോൾ ഈ വ്യാഖ്യാനാണ് വരിക, അതല്ല മലക്കുകളാണ്. അതാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ബലപ്പെടുത്തിയ അഭിപ്രായം. അതാണ് എന്ത് മലക്കുകൾ പറയും അവരോട്, ഹിജ്റൻ മഹ്ജൂറാ, ഭദ്രമായ തടസ്സമാണ് നിങ്ങൾക്കുള്ളത്. ഒരു സന്തോഷ വാർത്തയോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അനുഗ്രഹമോ നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഇന്നത്തെ ദിവസം പരിപൂർണമായ മുടക്കം, ഭദ്രമായ തടസ്സം. അതാണ് വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണവേളകൾ അവർക്ക് നല്ല രൂപത്തിലുള്ള സുവിശേഷങ്ങളാ കേൾക്കുക. പുറപ്പെട്ടോളൂ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, റഹ്മാനായ റബ്ബിന്റെ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിലേക്ക്, ഏറ്റവും വലിയ സുഖങ്ങളിലേക്ക്, സൗകര്യങ്ങളിലേക്ക്, റൗഹിൻ വറയ്ഹാനിൻ വറബ്ബിൻ ഗൈറ ഗദ്ബാൻ, ഒരു നിലക്കും നിങ്ങളോട് കോപിക്കാത്ത റഹ്മാനായ റബ്ബിന്റെ അടുത്തേക്ക് വന്നോളൂ, പുറപ്പെട്ടോളൂ എന്നൊക്കെയാ പറയാ. അതേ അവസരത്തിലോ മുശ്രിക്കുകളും കാഫിറുകളും നിഷേധികളും തെമ്മാടികളുമൊക്കെ മരണനേരത്ത് അവരുടെ റൂഹിനെ വലിച്ചു കൊണ്ടുപോകുന്ന വേളയിൽ അവര് കേൾക്കേണ്ടി വരുന്നത് എന്താണ്? ഓ ചീത്തയായ ആത്മാവേ, ചീത്തയായ ബോഡിയിൽ നിന്ന് വേഗം ഇറങ്ങിക്കോ, വിഷക്കാറ്റും അതുപോലെ തന്നെ തീക്കാറ്റും പുകയും ഒക്കെയുള്ള അത്തരത്തിലുള്ള വെന്തുരുകാനുള്ള നരകത്തിലേക്ക്, എന്നൊക്കെ നരകത്തിന്റെ ഭീകരതകളെ വിശദീകരിച്ചിട്ടുള്ള വചനങ്ങളുണ്ടല്ലോ. അപ്പൊ ആ വാർത്തകളാണ് അവര് കേൾക്കുക. അപ്പൊ മലക്കുകളെ കാണാൻ തിരക്ക് കൂട്ടുന്നവരെ, നിങ്ങൾ മലക്കുകളെ കാണുന്ന നേരത്തൊക്കെ നിങ്ങൾക്ക് ഒരു ബുശറയും കിട്ടാനുണ്ടാവില്ല. ഇതാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ ആ ദുഷിച്ച വാദങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിലെടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു ജനത ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് കരുതി നമ്മൾ നിസ്സാരമാക്കരുത്. ഇന്നുമുണ്ട് പരലോകത്തെയും റബ്ബിനെയും റസൂലിനെയും ഖബർ ശിക്ഷയെയും പരലോക വിചാരണയെയും സ്വർഗനരകങ്ങളെയും ഒക്കെ നിഷേധിച്ച് പുച്ഛിച്ചു പരിഹസിക്കുന്ന പലരും ഇന്നുമുണ്ട്. അതിലൊന്നും വിശ്വാസമില്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഇത് ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഢമായ ഈമാനും കരുത്തുറ്റ നിലക്കുള്ള വിശ്വാസവും നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അത് നിലനിർത്തി തരികയും അതേ രീതിയിൽ ഈ ലോകത്തുനിന്ന് നല്ല നല്ല വാക്കുകളും സന്തോഷ വാർത്തകളും സന്തോഷകരമായ കാഴ്ചകളും കേട്ടും കണ്ടും കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരിൽ കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സർവ്വ വികല വിശ്വാസങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വികല വിശ്വാസങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും അതുപോലെ തന്നെ രോഗികളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد والسلام عليكم ورحمة الله وبركاته.